ഹലോ ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കവിത ചൊല്ലിത്തരാം. ഈ കവിത നിങ്ങൾ കേട്ട് നോക്കണം. എനിക്ക് അത്ര നന്നായിട്ട് കവിത പാടാനൊന്നും അറിയില്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ കവിത ഇതാണ്. അടുത്ത് നിൽക്കൊരു മനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായോ? ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരനെ കാണാൻ അക്ഷികൾ തുറക്കാത്തവന് ഒരിക്കലും അരൂപനായിട്ടുള്ള ഈശ്വരൻ ഒരു അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം, അതിലൊന്നും നമുക്ക് ആശ്ചര്യപ്പെടാൻ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരമ്മ എഴുതിയൊരു വൈകാരിക കുറിപ്പ് നമുക്കിവിടെ വായിക്കാം. ഇന്നലെ വരെ എല്ലാത്തിനും നെഗറ്റീവ് കമൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞിനെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിനെയാണ് നിങ്ങൾ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നത്? കുട്ടികളെ വെറുപ്പിന്റെ കണ്ണിലൂടെ കാണരുത്. മാതാപിതാക്കളുടെ സ്നേഹം കാണാനാകാത്ത മനുഷ്യന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ മോളുടെ ചിരിയാണ് ഞങ്ങളുടെ സന്തോഷം, അത് ഞങ്ങൾക്ക് മതി. അപ്പം ഇത് എഴുതിയേക്കുന്ന വേറെ ആരുമല്ല, അനാമിക വിഷ്ണു എന്ന് പറഞ്ഞുള്ള പെൺകുട്ടിയാണ്. ഈ ദമ്പതിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഈ പെൺകുട്ടിയുടെ കല്യാണവും അതുപോലെ പ്രസവവും അങ്ങനെയുള്ള കുറേ പ്രസവിച്ച് കിടന്ന സമയത്ത്, പ്രസവം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഒരുപാട് ലീഗൽ കേസസിലൂടെയൊക്കെ കടന്നു പോകേണ്ട വന്നു. ഇവർ നടന്നുകൊണ്ടിരുന്ന ഒരു അനാഥാലയത്തിനെതിരെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ അനാമിക അവളുടെ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിലാണ് ഈ ഇത്രയും പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോയത്. ഓക്കെ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രഗ്നൻസിയും അതുപോലെ ഡെലിവറിയും പോസ്റ്റ് ഡെലിവറിയും എല്ലാം നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ആരെന്ത് ചെയ്താലും നമുക്ക് അത് ക്ഷമിക്കാനോ മറക്കാനോ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി, ഒരു മാലാഖ പോലത്തെ ഒരു കുഞ്ഞാണ് ഇവർക്കുണ്ടായത്. പക്ഷേ ഈ കുട്ടിയുടെ മുഖം ഇവർ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുകയും അതുപോലെ എല്ലാവരും അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങി. അപ്പം നമ്മൾ പറയും, അവരെന്തിനാ എക്സ്പോസ് ചെയ്ത്, അവർക്ക് അത് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ലോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെക്കുറിച്ച് അറിയാനും ഇവരുടെ കുഞ്ഞിൻ്റെ വളർച്ച അറിയാനുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫാമിലിനെ കുറിച്ചും അവരെവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് ബ്ലോഗേഴ്സ് റിപ്ലൈ കൊടുത്തിരിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റിപ്ലൈ കൊടുക്കുന്നതൊന്നല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അതായത് നമ്മൾ വിചാരിക്കുന്നു നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, നമ്മുടെ കയ്യിലുള്ളതെല്ലാം പെർഫെക്റ്റ് ആണ്, മറ്റൊരാൾക്കാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖത്ത് എന്തോ ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞപ്പം ശരിക്കും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടോ? കാരണം ഈ ചെറിയ ചെറിയ ഒരു മുഖത്തൊരു പ്രശ്നം ഉള്ളതുപോലെ ഉണ്ടാവും. പക്ഷെ അതൊരു പ്രശ്നമാണോ? അതൊരു പ്രശ്നമല്ല. കാരണം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറച്ചു വെച്ച്, അതായത് നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ ആരും അറിയരുത്. അത് വളരെ നിർബന്ധമാണ്. അതറിഞ്ഞാൽ മോശമാണ്. പക്ഷെ മറ്റുള്ളവരെ ആളുകളുടെ ലൈഫിൽ കയറി ചുഴിഞ്ഞ് അവരെ മോശക്കാരാക്കി അങ്ങനെ അങ്ങ് ജീവിക്കുക. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു കോമൺ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, നമ്മുടെ വീട്ടിൽ അരിയില്ലെങ്കിലും മറ്റുള്ളവൻ്റെ അവൻ ചോറ് കഴിച്ചോ നോക്കുക. അതായത് നമ്മുടെ കുറവുകൾ നമ്മൾ ഒളിച്ചു വെക്കും, അണ്ട് മറ്റുള്ളവൻ്റെ കുറവിലേക്ക് കണ്ണെത്തി നോക്കുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹം വളർന്നു വരുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പം 90 കിഡ്സ് തൊട്ട് പിന്നെയും കുറച്ച് മാറ്റമെങ്കിലും അതിന് വന്നിട്ടുണ്ടാവും. അവനവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിക്കാൻ തുടങ്ങിയേക്കുന്ന ഒരു ജനറേഷനൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഇപ്പം നമുക്ക് ഒരു വൈകല്യമുള്ളൊരു കുഞ്ഞ്, അല്ലെങ്കിൽ നമുക്കൊരു കുറവുള്ളൊരു കുഞ്ഞ്, അത് ഇപ്പോൾ പല അമ്മമാരും അവരുടെ മക്കൾ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ പോലും അവരത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈവൻ ബിഹേവിയറൽ ഇഷ്യൂസ് ആണെങ്കിൽ പോലും നമ്മുടെ മക്കൾ വേറൊരു രീതിയിൽ നെഗറ്റീവായിട്ട് മറ്റാൾ അറിയപ്പെടുക എന്നുള്ളത് ഏതൊരമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്, അല്ലേ? അപ്പം ഈ കമൻസ് ഒക്കെ എന്താ പറയുന്നത്, ഒരു കുഞ്ഞിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മളത് ജഡ്ജ് ചെയ്യരുത്. നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക. സന്തോഷമുള്ള എത്രയോ കമൻസ് ഇടാനുണ്ട്, അല്ലേ? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട്, എനിക്ക് ഏത് കുഞ്ഞുങ്ങൾ കണ്ടാലും വളരെയധികം ഇഷ്ടമാണ്. കാരണം എൻ്റെ മക്കളും ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ട് കടന്നു പോയി ഒരുപാട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് കിട്ടിയ മക്കളാണ്. അപ്പം സാഹചര്യം നമ്മളിലേക്ക് വരുന്നത് വരെയും, അതായത് ഒരു മോശം സാഹചര്യം മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നോക്കിക്കാണും. കൊള്ളാം, അവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ അധികം അറിഞ്ഞാൽ കൊള്ളാം. അതായത് പ്രശ്നം അവനാണല്ലോ. പക്ഷെ ആ സാഹചര്യം എപ്പം നമ്മളിലേക്ക് ആ സാഹചര്യം വരുന്നുവോ അപ്പം മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ
മനസ്സിലാകത്തുള്ളൂ ആ വ്യക്തി, അതായത് ഓപ്പോസിറ്റ് വ്യക്തി കടന്നു പോകുന്ന വിഷമം, അതിൻ്റെ ആഴം എത്രത്തോളം ആയിരിക്കും എന്നല്ലേ. ശരിക്കും തീർച്ചയായിട്ടും ഏതൊരു സാഹചര്യം തന്നെയാണെങ്കിലും ആ സാഹചര്യം നമ്മളിലേക്ക് വരണം, നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും ആരെത്രത്തോളം വേദനിച്ചാലും ആർക്കും ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പം ഈ അമ്മയുടെ ഒരു വിഷമം ഇനി വേറൊരു അമ്മമാർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ലെറ്റ് സപ്പോർട്ട് ഹെർ. നമുക്ക് അവരെ സന്തോഷമായിട്ട് വെക്കാം അല്ലേ. നമ്മൾ ഒരു പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി, നിർബന്ധമില്ല. കാണുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. പക്ഷെ കാണുകയാണെങ്കിൽ നല്ല കമൻസ് ഇടുക, കാരണം നല്ല എന്താ പറയുക, നല്ല സന്തോഷിപ്പിക്കുന്ന കമൻസ് ഇടുക. ഇപ്പം ഞാൻ ഒരുപാട് കാണുന്നൊരു കാര്യമാണ്, യൂട്യൂബിലൊക്കെ ആണെങ്കിലും വയ്യാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അവർക്കൊരു വരുമാന മാർഗം കൂടിയാണ്. അല്ലാതെ അവരവരുടെ മക്കളെ എക്സ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമല്ല, അത് അവരുടെ ഒരു വരുമാന മാർഗങ്ങളും കൂടിയാണ്. നമുക്കൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു നല്ല കമൻറ്റോ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോ ചെയ്ത് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരും, അവരുടെ കൂടെ നമ്മളും വളരും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റൊരാളുടെ കാര്യത്തിൽ നെഗറ്റീവ് പറയാതിരിക്കുക. കാരണം നമ്മൾ എന്ത് പറയുന്നവോ അത് നമ്മളിലേക്ക് തിരിച്ചു വരും, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. തീർച്ചയായിട്ടും പ്രകൃതി അത് അങ്ങനെയാണ്, കർമ്മം അത് അങ്ങനെയാണ്. ദൈവമില്ലെന്ന് വിശ്വസിച്ചാൽ പോലും കർമ്മം ഉണ്ട് എന്ന് വിശ്വസിക്കുക, അത് തിരിച്ചു തന്നെ വരും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.